അങ്ങനെ അതും സംഭവിച്ചു. ആണവായുധങ്ങൾക്ക് റഷ്യ സ്വയം പ്രഖ്യാപിച്ചിരുന്ന താൽക്കാലിക മൊറട്ടോറിയം അവർ നീക്കി. റഷ്യ ഇടത്തരം ദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് നീക്കിയിരിക്കുന്നത്. ഇതൊരു സന്ദേശം മാത്രമാണ്. നാറ്റോ സ്വീകരിക്കുന്ന റഷ്യ വിരുദ്ധ നയത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു സന്ദേശം. ആണവായുധങ്ങൾ ഞങ്ങൾ വെറുതെ ശക്തി കാണിക്കാൻ വിചാരിക്കുന്നതല്ല എന്നും വേണ്ടി വന്നാൽ എടുത്ത് പ്രയോഗിക്കുമെന്നുമാണ് ഇതിലൂടെ റഷ്യ പറഞ്ഞു വെക്കുന്നത്. മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിലെ റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ഹെഡ് കൂടിയായ ദിമിത്രി മെദ്വദേവ് ആണ് ഇതൊരു പുതിയ യാഥാർത്ഥ്യമാണെന്നും കൂടുതൽ നടപടി പ്രതീക്ഷിക്കുകയെന്നും പ്രതികരിച്ച് വന്നത്. ഇതോടെ റഷ്യയുടെ ഭാവിയിലെ പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളെയും കൂടുതൽ പ്രതിസന്ധികളിലേക്കാണ് ഈ തീരുമാനം തള്ളിവിട്ടിരിക്കുന്നത്. ഒരാവേശത്തിൽ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. എന്നാൽ അതിപ്പോൾ നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴികളാണ് വെട്ടിയിരിക്കുന്നത്. ഭീഷണി ഞങ്ങളോട് വേണ്ട എന്ന് ട്രംപിനെ ഓർമ്മപ്പെടുത്തിയ മെദ്വദേവിന് മറുപടിയായി ട്രംപ് റഷ്യൻ അതിർത്തിക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടിരുന്നു. അങ്ങനെ ഇരു ചേരികളും തമ്മിലുള്ള പോര് മുറുകുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ പുതിയ നീക്കം.